മൂന്നാമതൊരാളുടെ എൻട്രി അതിപ്പോൾ ഫാമിലി ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും ഏതൊരു ബന്ധത്തിലായാലും ആ ബന്ധത്തെ തകർക്കും. അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ വ്യക്തിയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അതായത് മൂന്നാമത് വരുന്ന ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിന് ഒരു ദോഷം വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ആക്ട് ചെയ്തേ പറ്റുള്ളല്ലോ. കാര്യം ആ ഒരു സെൻസ് നമുക്ക് ഉണ്ടാവണം, ആ വീട്ടിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവണം, ഇയാളുടെ ആഗമനം ശരിയല്ല, ഇതെന്റെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അവിടെ ബുദ്ധിപൂർവ്വം ഗൃഹനാഥനായാലും ഗൃഹനാഥയായാലും ആക്ട് ചെയ്യണം. അപ്പം നമ്മൾ അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മുമ്പേ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് പ്രധാനമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള സംസാരം, അതായത് ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ കുടുംബ ജീവിതത്തെ മോശമായി അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആ പാർട്ട്ണറിൽ ആരെങ്കിലും ഒരാൾ പറയുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ അതിനെപ്പറ്റി ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നമ്മുടെ കുടുംബം തകർക്കുന്ന ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? ആരായാലും കടക്ക് പുറത്ത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അയാൾക്കുണ്ട്.